വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് ഹോങ്കോങ്ങിലെ ഒരു കേബിൾ കാറാണ്. അതായത് തുഞ്ചുങ്ങിൽ നിന്ന് ഈ കേബിൾ കാർ പുറപ്പെട്ട് ഇത് ലന്താവ് ഐലൻഡിലാണ് ചെന്ന് നിൽക്കുന്നത്. അതായത് ബിഗ് ബുദ്ധ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പം ഇതാണ് ആ കേബിൾ കാറിൻ്റെ നമുക്ക് പോകുമ്പോൾ ഉള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. 2 ടൈപ്പ് ക്യാബിനറ്റാണ് ഇതിനകത്തുള്ളത്. അതായത് ഒന്ന് അതിൻ്റെ ഫ്ലോറും കൂടെ ഗ്ലാസ് ആയിരിക്കും. അത് പേടിയുള്ളവർക്ക് ഗ്ലാസ് വേണ്ടാത്തതുണ്ടെങ്കിൽ അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അത് പ്രത്യേകം പറഞ്ഞ് തന്നെ എടുക്കണം. ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞ് തന്നെ നമുക്ക് ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. നല്ല പച്ചപ്പും ഒക്കെ നിറഞ്ഞ ഇങ്ങനെ കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ തന്നെ ശരിക്കും പറഞ്ഞാൽ കേബിൾ കാർ ഇല്ലാണ്ട് ഹൈക്കിങ് ചെയ്തിട്ട് അവിടെ പോകാൻ പറ്റും. അതെനിക്കൊന്നൊരു 2-2.5 മണിക്കൂറിൻ്റെ മേലെ എടുക്കുമെന്ന് തോന്നുന്നു ഹൈക്ക് ചെയ്ത്. ഞാൻ 1-2 പ്രാവശ്യം അതിലൂടെ പോയിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് അതും കേട്ടോ, ഹൈക്ക് ചെയ്ത് പോകാൻ താല്പര്യമുള്ളവർ. ഇതാണ് നമ്മുടെ ഹോങ്കോങ്ങിലെ എയർപോർട്ട്. ഇത് എല്ലാം നല്ല വ്യൂ ആയിട്ട് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് എന്താ പറയുക, നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു കേബിൾ കാറാണ്. ഇതാണ് ഇങ്ങനെ ഒരു മല കയറി അടുത്ത മല കയറി അങ്ങനെ ഒരു കുറച്ച് ദൂരം ഉള്ള ഇത് തന്നെയാണ്. അത്ര പെട്ടെന്ന് അത്ര അടുത്തൊന്നുമല്ല. എനിക്ക് തോന്നുന്നു 25 മിനിറ്റ് ഒക്കെ എടുക്കും. ഇത് കണ്ടോ, ഇതാണ് ഹൈക്ക് ചെയ്ത് പോകാനുള്ള സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. താഴെ കണ്ട ആ വഴികളെല്ലാം അതാണ് ബുദ്ധ. കണ്ടോ, ഈ സ്ഥലത്തോട്ടേക്കാണ് നമ്മളിപ്പം ഈ കേബിൾ കാറിൽ പോകുന്നത്. ബുദ്ധ ഒരു മലയുടെ മുകളിലാണ്. അവിടെ എത്തി ഇറങ്ങി ഞങ്ങളങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നടന്നു പോവാണ്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുള്ള കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കാം. കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെ ആയിരിക്കുമല്ലോ എന്തായാലും. അത് ടൂറിസ്റ്റുകാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പം പുറത്തിറങ്ങിയാലും ഇത് പറഞ്ഞ പോലെ ഞങ്ങൾ പോയപ്പോൾ നല്ല ചൂടായിരുന്നു. അതിൻ്റെ ഒരു ഇതുണ്ട്, എന്നാലും കുഴപ്പമില്ലായിരുന്നു. കുറച്ച് തണുപ്പ് കാലമൊക്കെ ആയിട്ടാണെങ്കിൽ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ നല്ലതായിരിക്കും. പിന്നെ അത്യാവശ്യം റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഫുഡ് കഴിക്കേണ്ടവർക്ക് കഴിക്കാനോ ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടില്ല എന്നൊന്നും പേടിക്കണ്ട. സബ്വേ അങ്ങനെയുള്ള പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണം കിട്ടുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ഇറങ്ങിയിട്ട് കാണാനുള്ള സംഭവങ്ങൾ. ഓക്കെ, ഇതെല്ലാം കണ്ട് ഇവിടുന്ന് അങ്ങനെ നടന്ന് മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ മെയിനായിട്ടുള്ള ബുദ്ധയിലോട്ട് എത്തുന്നതേ ഉള്ളൂ. അപ്പം നല്ല എന്താ പറയുക, കാണാനും എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്നവർക്ക് നല്ലതാണ്. അപ്പം ഹോങ്കോങ്ങിൽ വരുന്നവരെന്തായാലും ഇത് കാണാതെ പോകരുത്, നഷ്ടമായിരിക്കും. അപ്പോൾ ഇതെന്തായാലും കാണുക. ഇതാണ് ബുദ്ധ. ഇവിടുന്ന് ഇതാണ് ഒരു ഇച്ചിരി നടക്കാനുള്ള അത്രയും സ്റ്റേക്കേഴ്സ് നമ്മൾ നടന്ന് മുകളിലോട്ട് കയറണം. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല കിടുക്കാച്ചി വ്യൂ ആണ്. കണ്ടോ, നല്ല സൂപ്പറാണ്. ഇന്ന് ക്ലൈമറ്റൊക്കെ നല്ലതായിട്ട് നല്ല നീല ആകാശം ഒക്കെ കാണാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ ബുദ്ധ ഇരിക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റും. അത് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിന് എത്രയാണ്, ഹോങ്കോങ് ഡോളർ $204 ഹോങ്കോങ് ഡോളർ. അപ്പം നമ്മുടെ ഒരു 2000 അടുത്ത് ഇന്ത്യൻ മണി വരും. അപ്പോൾ താങ്ക് യു ടു യു വാച്ചിങ് മൈ വീഡിയോ.